ഹലോ, വെൽക്കം ടു യെല്ലോ ബണി. ഇന്ന് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. ഞാൻ പ്ലസ് ടുവിലായതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിലത്തെ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഫസ്റ്റ് എൻ്റെ ഒരു പ്ലസ് വണ്ണിലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ലാസ്റ്റ് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും എന്തെങ്കിലും ടിപ്സൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പ്ലസ് വണ്ണ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഓഫ്ലൈനായിട്ട് ട്യൂഷന് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം നേരം ട്രാവൽ ചെയ്തിട്ട് എൻട്രൻസ് പ്ലസ് ഉള്ള ട്യൂഷനായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം പ്ലസ് വണ്ണ് തുടങ്ങുന്നതിൻ്റെ മുന്നേക്ക് പോകാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റും പിന്നെ അതിലെ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് മനസ്സിലാവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ തുറന്നപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. കാരണം ശനിയാഴ്ചയും ഞായറാഴ്ചയും നമുക്ക് സാധാരണ സ്കൂളിലുള്ള മാതിരി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ട്യൂഷൻ ഉണ്ടാവും. അതെനിക്ക് മാത്രമുള്ള തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ക്ലാസ്സിൽ എത്രയോ കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, എൻ്റെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് 2 ബസ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനും വരാനും. അപ്പോൾ ട്യൂഷൻ 4 മണിയൊക്കെ ആകുമ്പോൾ വിടുകയാണെങ്കിലും ഞാൻ 6 മണിയാവും വീട്ടിലെത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പ്ലസ് 1 പകുതി ആയപ്പോഴേക്കും ഞാൻ ട്യൂഷൻ നിർത്തി. പിന്നെ ഓൺലൈനിലൊന്നും ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ യൂട്യൂബിലത്തെ മാരത്തോൺസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പഠിച്ചു. പിന്നെ സ്കൂളിലും അത്യാവശ്യം നല്ല ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അവരൊക്കെ നോട്ട് വെച്ചിട്ട് ഞാൻ പഠിച്ചു. മെയിനായിട്ട് ഞാൻ ചെയ്ത തെറ്റ് നോട്ട് മാത്രം പഠിച്ചു. ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എക്സാമിനറിൻ്റെ ക്രാഷ് ബാച്ചിൽ ചേർന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പ്ലസ് 1 പോയത്. ഇതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോഴത്തെ എക്സാംസിൻ്റെ ഒക്കെ പാറ്റേൺസൊക്കെ നന്നായിട്ട് മാറുകയാണ്. നല്ല ടഫായിട്ടാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ടേക്ക് പറയാനുള്ളത് NCERT ക്വസ്റ്റ്യൻസ് നോക്കുക. ഞാൻ NCERT ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തുറന്നു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നും പഠിക്കുക. അതൊരു മെയിൻ കാര്യമാണ്. ദിവസത്തിൽ ഒരു 2 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി, അതന്നെ ധാരാളമാണ്. അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കുക. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ പോണത് ആദ്യം പറയേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിക്സ് ക്ലാസ്സൊക്കെ ഉണ്ട് യൂട്യൂബിൽ നിന്നുണ്ടെങ്കിൽ അത് കാണുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ ലീവല്ലേ, അപ്പോൾ നിങ്ങൾ സയൻസൊക്കെ എടുക്കാൻ പോകണേ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, അതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുക കാണാനോ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിച്ച് ഒന്ന് സെറ്റാക്കി വെക്കണത് നല്ലതാണ്. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോഗ്രാംസിൻ്റെ ബേസിക്സൊക്കെ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് പ്രോഗ്രാം എഴുതാൻ ഉണ്ടാവും. പക്ഷെ ടഫൊന്നുമല്ല, നമുക്കതിൻ്റെ സിൻടാക്സൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റണതേ ഉള്ളൂ. ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സയൻസ് വിഷയങ്ങൾ ഏതും ആയിക്കോട്ടെ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ വരുന്ന പരീക്ഷകൾ മൊത്തം കൺസെപ്റ്റ് ബേസ്ഡാണ്. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറച്ച് നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഞാൻ അടിപൊളിയായിട്ട് നേരിട്ടാണ് ഇതൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ മലയാളം മീഡിയം ആയിരുന്നു. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് പ്ലസ് 1 വന്നപ്പോൾ ഉണ്ടായിരുന്നു. മലയാളം മീഡിയം വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കുക, എന്നിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസും കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അതൊക്കെ തന്നെത്താനെ ശരിയാവും. 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അത് റെഡിയാവും. ഇതൊക്കെ കൊണ്ടും നമ്മുടെ പ്ലസ് 1 പുതിയ സ്കൂളായതുകൊണ്ടും ഫ്രണ്ട്സ് ആയതുകൊണ്ടും ഒക്കെ നമുക്കൊരു അക്കാഡമിക് ഒരു ഡൗൺഫാള് വരാണ്ട്. അത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നോർമലാക്കി എടുത്തിട്ട് അത് ഓവർകം ചെയ്യാൻ വേണ്ടി പഠിക്കണം. അവിടെ നിന്ന് പോകരുത്. പിന്നെ നമ്മുടെ സിലബസ് ടഫാവും. അതേപോലെ തന്നെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം 10നെ സംബന്ധിച്ച് വളരെ അധികം കൂടും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ വീഡിയോ കുറേ ലോങ് ആയതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് വൈസ് ടിപ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.